ചോദ്യം നമ്പർ 362 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, അടിക്കടി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ആഗോള താപനിലയിലെ വർധനവ് മൂലമുണ്ടാകുന്ന സമുദ്രനിരപ്പ് ഉയർച്ച, കള്ളക്കടൽ പ്രതിഭാസം എന്നിവ കേരളത്തിലെ കടൽത്തീരങ്ങളുടെ ശോഷണത്തിന് കാരണമാകുന്നു. ഇത് തീരദേശ ആവാസ വ്യവസ്ഥയ്ക്കും തീരപ്രദേശത്തുള്ള ആളുകൾക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. 1990 മുതൽ 2016 വരെ ഭാരത തീരത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് നാഷണൽ സെൻറ്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് നടത്തിയ വിലയിരുത്തൽ പ്രകാരം കേരളത്തിലെ തീരത്തിൻ്റെ ഏകദേശം 45% കടലാക്രമണ ഭീഷണി നേരിടുകയാണ്. കടലാക്രമണം തടയുന്നതിനായി കരിങ്കല്ല് ഉപയോഗിച്ചുള്ള കടൽഭിത്തികളും പുലിമുട്ടും നിർമ്മിച്ച് തീരം സംരക്ഷിക്കുന്ന മാർഗമാണ് കേരളത്തിൽ കാലങ്ങളായി പിന്തുടരുന്നത്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഫലമായി അറബിക്കടലിൽ രൂപം കൊള്ളുന്ന കൂടുതൽ ശക്തമായ ചുഴലിക്കാറ്റും വർദ്ധിക്കുന്ന കടൽനിരപ്പും തുടർന്നുണ്ടാകുന്ന കടൽക്ഷോഭത്തിന് 40-60 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കടൽഭിത്തികൾ നൽകുന്ന സംരക്ഷണം വളരെ കുറവാണ്. കൂടാതെ കടൽഭിത്തികൾ പലതും അവയുടെ സ്വാഭാവിക ആയുസ് അവസാനിക്കുന്ന ഘട്ടത്തിലുമാണ്. ആയതിനാൽ സംസ്ഥാനത്ത് കടലാക്രമണത്തിൻ്റെയാകുന്ന തീരപ്രദേശങ്ങൾ പഠനത്തിന് വിധേയമാക്കി ഡിസൈൻ അനുസരിച്ചുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ശംഖുമുഖം സ്ക്രീനിലുണ്ടല്ലോ. ഓക്കെ. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സാംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയയാളാണ് ഡോക്ടർ വി വേലുക്കുട്ടിയാറെ. അദ്ദേഹം 1940 ചെല്ലാനം മുതൽ കോവളം വരെ ഉള്ള സ്ഥലത്ത് നടന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, അരയൻ ലാൻഡ് റിക്ലമേഷൻ പ്രോഗ്രാം എന്ന പദ്ധതി. അത് കേരളത്തിന് സമർപ്പിച്ചിരുന്നു. നെഹ്റു അടക്കമുള്ള ആളുകൾ അമേരിക്കയിൽ നിന്ന് വാട്സ് അടക്കമുള്ള ഭൗമശാസ്ത്രന്മാരെ കൊണ്ടുവന്ന് അത് കേരളത്തിന് ഗുണകരമാണ് എന്ന് പറയുകയും ചെയ്തു. VS അച്യുതാനന്ദ ഭരണകാലത്ത് അത് കേരളത്തിൽ പ്രായോഗികമാക്കാൻ കഴിയും എന്നും ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. പഠനം നടത്തിയിരുന്നു, നടപ്പിലാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. സർ, തീരത്ത് ഈ പ്രയാസം ഒഴിവാക്കുന്നതിന് വേണ്ടി ആ റിപ്പോർട്ട് പരിഗണിച്ച് നെതർലാൻഡിലും സ്വിറ്റ്സർലൻഡിലും ചൈനയിലും അടക്കം പ്രാവർത്തികമാക്കി ഗുണകരമാണെന്ന് കണ്ട ആ റിപ്പോർട്ട് കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ തീരത്തിൻ്റെ ഈ പ്രയാസം പരിഹരിക്കാൻ സാധ്യമാകുമോ എന്നത് പരിശോധിക്കാമോ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്നത് കേരളത്തിൽ ആകെ 576 കിലോമീറ്റർ ദൂരമാണ് ഈ കടൽ തീരമായിട്ടുള്ളത്. അതിൽ 365 കിലോമീറ്ററിലാണ് വിവിധ ഭാഗങ്ങളിലായി സംരക്ഷണം ആവശ്യമായിട്ടുള്ളത്. ഇപ്രകാരം 365 കിലോമീറ്ററിലും കടലാക്രമണ സംരക്ഷണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്നാൽ കടലാക്രമണത്തിൻ്റെ തീവ്രതയും ആവർത്തന സ്വഭാവവും കാരണം പ്രസ്തുത 365 കിലോമീറ്ററിൽ 118 കിലോമീറ്റർ സംരക്ഷണ പ്രവർത്തികൾക്ക് സാരമായ കേടുപാട് സംഭവിച്ചു. 120 കിലോമീറ്റർ നീളത്തിലുള്ള പ്രവർത്തികൾക്ക് ഭാഗികമായ കേടുപാടും കൂടാതെ 127 കിലോമീറ്റർ നീളത്തിലുള്ള പ്രവർത്തികൾ യാതൊരു കേടുപാടുകളും കൂടാതെ പ്രവർത്തനക്ഷമമായി നിലകൊള്ളുന്നു. ആയതിനാൽ ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ചില സ്ഥലങ്ങളൊഴികെ വകുപ്പ് നടത്തിയിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണെന്നാണ്. എന്നാൽ ഇതിനോടകം ഇപ്പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവിടെ നിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടത്തിയത്. അങ്ങനെ കേരളത്തിൽ ഇതിനോടകമായി തന്നെ 10 ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചെല്ലാനത്ത് വളരെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നിർമ്മിതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. NCCR റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഇനി ലഭ്യമാകേണ്ടതായിട്ടുമുണ്ട്. അതിനെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഹോട്ട്സ്പോട്ടിൽ പെടാത്ത ഏരിയയിലും അതിരൂക്ഷമായ കടലാക്രമണം സമീപകാലങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനും സമാനമായ നിലയിൽ തന്നെ ഇത്തരം പ്രവർത്തനം നടത്താൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ആലോചനകളും ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതും പ്രകാരമുള്ള പഠനങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, മത്സ്യത്തൊഴിലാളികളിൽ 77%, 15% വരുന്ന ഈ തീരമേഖലയിലാണ് താമസിക്കുന്നത്. സർ, ഈ തീരപോഷണത്തിന് വേണ്ടി കൃത്യമായി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തീരശോഷണത്തിന് ഹേതുവാകുന്നു എന്ന് കാണാൻ കഴിയുന്നൊരവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. സർ, കടലിൻ്റെ വാട്ടർ ലെവൽ കൂടുകയാണ് എന്നത് നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർ, 2050 കേരളത്തിൻ്റെ വിവിധ മേഖലകൾ കുട്ടനാടൻ മേഖലകളും എറണാകുളവും കോഴിക്കോടും പൊന്നാനി ഹാർബർ മേഖലയും ഒക്കെ അടക്കം
പിന്നെ കടലെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സോ ഈ വാട്ടർ ലെവൽ ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇൻലാൻഡ് വാട്ടർ ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം പ്രായോഗികമായി നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായ പരിഹാരം കാണുന്നില്ല. സോ അത്തരമൊരു പഠനം നടത്തി ഈ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമീപകാലങ്ങളിൽ കാണുന്ന പഠനങ്ങളും അതോടൊപ്പം നമ്മൾ ദർശിക്കുന്ന രീതിയുമെല്ലാം കാണുമ്പോൾ കടൽ രൂക്ഷമാവുകയും കടൽ കൂടുതൽ കരയെടുക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് നമുക്ക് നല്ല ഒരുക്കവും പഠനവും ആവശ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗൗരവപൂർവ്വമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. നമുക്ക് വരും കാലങ്ങളിൽ ഇപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നൂതനമായ പദ്ധതികളും പഠനവും ആവശ്യമായിട്ടുണ്ട്. അക്കാര്യങ്ങളിൽ ഗവൺമെൻറ് അതീവ ജാഗ്രത പുലർത്തുന്നതായിരിക്കും. ഡോക്ടർ എം കെ മുനീർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, കടൽ തീരത്തെന്ന പോലെ പുഴയോരങ്ങളിലും ഇതേപോലെ ഭീഷണി നേരിടുന്ന ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരത്തിലൊന്നാണ് എൻ്റെ മണ്ഡലത്തിലെ നിളയോരത്ത് തിരുനാവായ പഞ്ചായത്തിലെ 11-ാം വാർഡ്. അഴകത്ത് പ്രദേശത്ത് തീരം ഓരോ വർഷവും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 50ഓളം വീട്ടുകാർ വളരെ ഭീഷണിയിലാണ്. അതേപോലെ മറുഭാഗത്ത് അതിൻ്റെ പിറകിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറി ഉള്ള ശല്യം വേറെയുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ മാർഗമുണ്ടാക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. യെസ് മിനിസ്റ്റർ. ഈ കടൽ പോലെ തന്നെ പ്രശ്നമാണ് നമ്മുടെ ഈ മറ്റ് പുഴയോരത്തും അതോടൊപ്പം തന്നെ തോടുകളുടെ എല്ലാം സൈഡുകളിൽ ഈ വർദ്ധിച്ചു വരുന്ന ഫ്ലഡ് വളരെ രൂക്ഷമായി കടന്നു വരുന്നതോടുകൂടി തീരം ഇടിഞ്ഞു പോവുകയും അതിൻ്റെ ഭാഗമായി ആ തീരത്ത് വിവസിക്കുന്ന ജനങ്ങൾക്കും വീടുകളും എല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ ഇത് ചെറിയ തോതിലല്ല, നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന രീതിയിലുള്ള 1-2 സ്ഥലങ്ങളിൽ മാത്രമല്ല സംഭവിക്കുന്നത്. 2018 പ്രളയത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം രൂക്ഷമായി കേരളത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങിയത്. തുടർന്ന് വന്നിട്ടുള്ള ഓരോ ഘട്ടത്തിലും ഇത് നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ലഭ്യമാകുന്ന ഫണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ ഇപ്പം സാധിക്കുന്നത്. എങ്കിലും ഇക്കാര്യം വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ചില പുഴകളെ സംബന്ധിച്ചും നദികളെ സംബന്ധിച്ചും ഇത്തരം രൂക്ഷത അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തി ഇക്കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചിട്ടൊരു പഠനം നടത്തുന്നുണ്ട്. ശ്രീ എൻ എ നെല്ലിക്കുന്ന്. സർ, രൂക്ഷമായ കോസ്റ്റൽ ഇറോഷനും അതുപോലെ തന്നെ റഫ്സിയും അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് എൻ്റെ മണ്ഡലത്തിലെ ചേരങ്കൈ കാവുകോളി പ്രദേശം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത തീരദേശ MLAമാരുടെ യോഗത്തിൽ പറഞ്ഞതാണ് ഈ മേഖല വൾണറബിൾ ഏരിയ ആണ് എന്നത്. ഇപ്രാവശ്യം റോഡ് തകർന്നു, വീടുകൾ തകർന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നില്ല. അത് സർക്കാരും അത് ചെയ്യാമെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ജിയോ ട്യൂബ്സ്, അതായത് ജിയോ ബാഗ്സ് എങ്കിലും അവിടെ സ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട MLA ഈ വിഷയം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ പൊതുവെ ഈ വർഷം കടൽ തീരത്തും കടൽക്ഷോഭവും വളരെ കുറവുള്ള ഒരു സ്ഥലമായിട്ടാണ് റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ആ പ്രദേശത്ത് പ്രത്യേകിച്ച് കാവ്യഹോളി കടൽപ്പുറത്ത് ഉണ്ടാകുന്ന വിഷയം അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്പോൾ അടിയന്തരമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് 25 ലക്ഷം രൂപ വെച്ച് അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടാനായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജിയോ ബാഗ് ഇട്ട് കാസർഗോഡ് ജില്ലയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊടുക്കാവുന്നതാണ്. ശ്രീ എ കെ മഷ്റഫ്. സർ, എൻ്റെ മണ്ഡലം 28 കിലോമീറ്റർ കടൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു മണ്ഡലമാണ് സർ. ഈ കാലവർഷം വരുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കൺവത്തീർത്ത, മൂസോടി, അദീക്ക, ശാരദാനഗർ, കോയിപ്പാടി കടപ്പുറം, പെറുവാട് കടപ്പുറം, മൊഗ്രാൽ, കൊപ്പളം, പെരിങ്കടി ഇത്ര പ്രദേശങ്ങൾ വീട് നഷ്ടപ്പെട്ട്, റോഡ് നഷ്ടപ്പെട്ട്, ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് സർ. കാലവർഷം വരുമ്പോൾ ഒരുപാട് എൻ്റെ മണ്ഡലത്തിലെ പ്രദേശങ്ങൾ കടലായി മാറി. ഇപ്പോൾ തന്നെ പെരിങ്കടിയിൽ അനുവദിച്ച ജിയോ ബാഗ് അവിടെ ടെൻഡറായി വർക്ക് തുടങ്ങാൻ കഴിയാത്ത ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിലുണ്ട്. അതോടൊപ്പം കൺവത്തീർത്തയിൽ വലിയ ആശങ്കയിലാണ് നിൽക്കുന്നത്. പെറുവാട് കടപ്പുറത്തെ ജിയോ ബാഗ് കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തത് നശിച്ചുപോയി. സർ, എൻ്റെ ചോദ്യം, കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ഈ പ്രദേശങ്ങളിൽ NCCR ടീം സന്ദർശനം നടത്തുന്നതിനും ടെട്രോഫോഡ് സംവിധാനമുള്ള ഭിത്തി നിർമ്മിക്കുന്നതിനുള്ള നടപടി കൈകൊള്ളുമോ? യെസ് മിനിസ്റ്റർ. നമ്മൾ ജിയോ ബാഗുകളായിട്ട് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സ്ഥിതിയാണ് അവിടെ അനുവർത്തിച്ചു വന്നത്. ടെട്രോപോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഹോട്ട്സ്പോട്ട് ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഹോട്ട്സ്പോട്ട് ഏരിയ മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും രൂക്ഷമായ കടലാക്രമണം സമീപകാലങ്ങളിൽ കാണുന്നൊരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട്
ഇത്തരത്തിലുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഏരിയ കാസർഗോഡ് ജില്ലയിലെ MLA ഉന്നയിച്ച പ്രദേശങ്ങളോട് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണോ എന്നുള്ളത് ഈ ടീമിനെ വിട്ട് പരിശോധിപ്പിക്കാവുന്നതാണ്. ശ്രീമതി ജമീല കാനത്തിൽ. സർ, എൻ്റെ മണ്ഡലമായ കാപ്പാട് കടൽ തീരം 2021 വലിയ രീതിയിലേക്ക് തകർന്നു പോയിട്ടുണ്ട് സർ. 2021 കടൽക്ഷോഭത്തിൽ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള കടൽക്ഷോഭത്തിൽ അതിഭീകരമായി വീണ്ടും ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഹാർബറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു പ്രയാസങ്ങളുണ്ട്. ഇപ്പുറം കാപ്പാട് ടൂറിസ്റ്റ് മേഖലയാണ്. അവിടെ നൂറുകണക്കിന് ആളുകളാണ് സർ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ പോയിട്ട് നടക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. 2021 ഇത് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കാപ്പാട്. ആ കാപ്പാട് NCCR വന്ന് ശാസ്ത്രീയമായ പഠനം നടത്തി ഡിസൈൻ തയ്യാറാക്കിയിട്ട് തന്നിട്ടുണ്ട് സർ. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. വീണ്ടും വന്നിട്ടുള്ള കടലാക്രമണം വല്ലാത്ത രീതിയിലാണ് സർ ബാധിച്ചിട്ടുള്ളത്. ഇതിന് ഏതെങ്കിലും രീതിയിൽ പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ കാണണം സർ. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാനും ആ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ട്. നമുക്ക് ഹോട്ട്സ്പോട്ടിൽപ്പെട്ട ഏരിയയുമാണ്. എന്നാൽ അവിടെ ഉൾപ്പെടെയുള്ള 4 പ്രദേശങ്ങളിലെ ഹോട്ട്സ്പോട്ടിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് NCCR പഠനം നടത്തിയതിൻ്റെ ഭാഗമായി ലഭിക്കാനായിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പ്രദേശത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം മൂലം തീരദേശത്ത് റോഡ് തകർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുക. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഹോട്ട്സ്പോട്ടിൽപ്പെട്ട ഏരിയ ആണെങ്കിൽ പോലും അത് നവീകരിക്കുന്നതിനായി 6 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സാർ, എൻ്റെ മണ്ഡലത്തിൽ വെസ്റ്റിൽ ബട്ട്റോഡ് ബീച്ചിൽ ഒരു പുലിമുട്ട് നിർമ്മിക്കാൻ വേണ്ടി 2003 കോടി റുപ്യ വകയിരുത്തിയിട്ടുണ്ട്. മദ്രാസ് IITയെ കൊണ്ട് പരിശോധിപ്പിച്ച് അവരുടെ ഡിസൈൻ പ്രകാരം ഇപ്പോൾ ഏകദേശം 7 കോടി രൂപ വരും. അതിലൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ആ പ്രദേശത്ത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് റുപ്യയുടെ കല്ലിട്ടുകൊണ്ട് അടുത്ത വർഷം വരുമ്പോൾ അത് പോണ അവസ്ഥയാണുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് വീടുകളുള്ള വലിയൊരു പ്രദേശമാണ്. അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമോ? ഇത് ഞാൻ സൂചിപ്പിച്ച അതേപോലെയുള്ള സ്ഥലമാണ്. ഹോട്ട്സ്പോട്ടിൽ പെട്ടിട്ടില്ല എങ്കിലും രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശമായതുകൊണ്ട് ഹോട്ട്സ്പോട്ടിന് സമാനമായ രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തണമെന്നുള്ള ആവശ്യമാണ് ബഹുമാന്യരായ MLA ഇവിടെ ഉന്നയിക്കുന്നത്. നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പഠനം സമാനമായി നിൽക്കുന്ന പ്രദേശത്തിൻ്റെ സ്ഥിതിയും കടലാക്രമണത്തിൻ്റെ രൂക്ഷതയും മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അതിരൂക്ഷമായ കടലാക്രമണം വരും കാലങ്ങളിലും ഇപ്പോൾ തുടർന്നും വരുന്നു എന്നുള്ളത് പഠനങ്ങളുടെയും നമ്മുടെ നിഗമനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമായി തന്നെയാണ് ഗവൺമെൻറ്റും ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ പാക്കേജ് പോലെ ഇക്കാര്യങ്ങളിൽ രൂക്ഷത അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ കുറേ കൂടി കാര്യക്ഷമമായി പരിശോധിച്ച് പരിഹരിക്കാൻ കഴിയത്തക്ക മാർഗം അവലംബിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാം. ശ്രീ KP മജീദ്. സർ, അങ്ങയുടെ ഉത്തരത്തിൽ ഈ ശോഷണത്തിന് ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിച്ചു പറയും. എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്തതെന്ന് അറിയില്ല. ഇപ്പോൾ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ചാപ്പപ്പടി എന്ന പ്രദേശത്ത് ഒരു ബറിയൽ ഗ്രൗണ്ട് അടക്കമുള്ളതാണ്. കടലാക്രമണം കൊണ്ട് ഡെഡ് ബോഡി വരെ ഒഴിച്ചു പോകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ അവിടെ ഒരു മത്സ്യബന്ധനം പോർട്ട് വരുന്നതോടുകൂടി അതിലേറെ പ്രയാസങ്ങൾ വരികയാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രത്യേകമായ സ്ഥലങ്ങളിൽ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിലും അതിന് പ്രത്യേക പരിഗണന നൽകാനും അതിന് പ്രത്യേകമായി ഫണ്ട് നൽകാനും അങ്ങ് ബാധ്യത ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഞാൻ പറയണത്. ഇത് തന്നെയാണ് പൊതുവൊരു ആവശ്യം. പരപ്പനങ്ങാടിയിൽ ഭാഗ്യവശാൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഈ വർഷം ഉണ്ടായില്ല. എങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ രൂക്ഷമായ കടലാക്രമണത്തെ നേരിടുന്ന പ്രദേശങ്ങളെക്കുറിച്ച് ഈ തീരദേശത്തുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ MLA നൽകുന്ന നിർദ്ദേശത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രത്യേകമായി പരിശോധിക്കാവുന്നതാണ്. ശ്രീ മുരളി പെരുന്നള്ളി. സർ, മണൽമ മണ്ഡലത്തിലെ ഏക തീരദേശ പഞ്ചായത്താണ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. രൂക്ഷമായ കടലാക്രമണം സ്ഥിരം അനുഭവപ്പെടുന്നൊരു മേഖലയാണ്. ഇത്തവണത്തെ കള്ളക്കടൽ പ്രതിഭാസം അതുപോലെ ഈ വേലിയേറ്റം മൂലം 10-12 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കുടിവെള്ള പൈപ്പുകളാകമാനം തകർന്നു കിടക്കുകയാണ്. റോഡുകൾ തകർന്നു പോയിട്ടുണ്ട്. ഏകദേശം 2 കിലോമീറ്ററോളം വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ തീര സംരക്ഷണത്തിന് വേണ്ടി നിരവധി മുറവിളികൾ ഉയർന്നു വന്നിട്ടുണ്ട്. കടൽഭിത്തി അപൂർവം ചില പ്രദേശങ്ങളിൽ അതൊക്കെ തകർന്നു കിടക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി കടൽഭിത്തിയോ പുലിമുട്ട് അതുപോലെ ജിയോ ബാഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ നടപടി വേണം. ഈ നാശനഷ്ടം ഉണ്ടായവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാനുള്ള നടപടി ഉണ്ടാകും. അവിടെ അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിരുന്നു. മണലൂർ
മുരളി പെരുന്നെല്ലിയുടെ മണ്ഡലത്തിൽ ഇപ്പോൾ 35 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തികൾക്ക് ഭരണാനുമതി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് തുടങ്ങാനായിട്ട് സാധിക്കുന്നൊരു വർക്കൗട്ടും ഉണ്ട്. നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറെ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം. ശ്രീ ടി ടൈസൺ മാസ്റ്റർ. സർ, അതീവ ഗുരുതരമായ നിലയിലുള്ള തീരശോഷണമുള്ള പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടായി കണക്കാക്കുകയും അതുപോലെ NCCR പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച് DPR തയ്യാറാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു കാലതാമസം വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ 3-4 കൊല്ലമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ട്. അതുകൊണ്ട് എന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും? തീരസംരക്ഷണത്തിന് ആവശ്യമായ തുക സമാഹരിക്കാൻ മറ്റ് ധനകാര്യ ഏജൻസിയിൽ നിന്നോ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ തുക കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. നമുക്കിതിനാവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് ഈ കയ്പമംഗലമാണ് ഉദ്ദേശിക്കുന്നത്. ടൈസൺ മാസ്റ്ററുടെ ഹോട്ട്സ്പോട്ടിൽപ്പെട്ട ഏരിയ കൊടുങ്ങല്ലൂരിലെ കയ്പമംഗലമാണ്. അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടി അതുൾപ്പെടെയുള്ള 4 സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള പൊന്നാനി, കാപ്പാട്, തലശ്ശേരി, വലിയ പറമ്പ, ഇൻക്ലൂഡിങ് കയ്പമംഗലം ഉൾപ്പെടെ അതിന് അടിയന്തരമായ റിപ്പോർട്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ചെറിയൊരു താമസം NCCR റിപ്പോർട്ട് ലഭ്യമാകുന്നതിലുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണിച്ച് വീണ്ടും ഞങ്ങൾ അയക്കുന്നുണ്ട്. അത് ഇമ്മീഡിയറ്റായിട്ട് കിട്ടുന്ന മുറയ്ക്ക് ആ പ്രവർത്തനം തുടങ്ങാനായിട്ട് കഴിയും. ഇതിനാവശ്യമായ നിലയിൽ ആദ്യം തന്നെ കിഫ്ബി 1500 കോടി രൂപയാണ് നമുക്ക് ലഭ്യമാക്കി തന്നിട്ടുള്ളത്. അതിൽ ചെല്ലാനത്ത് മാത്രമാണ് 340 കോടിയുടെ പ്രവൃത്തി നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സെക്കൻഡ് ഫേസും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളുടെ പണത്തെ സംബന്ധിച്ച് ഈ NCCR റിപ്പോർട്ട് കിട്ടിയാൽ ആദ്യഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് തടസ്സം നേരിടുന്നില്ല. ശ്രീ വി കെ പ്രശാന്ത്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഈ തിരുവനന്തപുരം തീരദേശത്ത് ഈ ശംഖുമുഖം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തീരശോഷണം സംഭവിച്ച് വലിയ നാശനഷ്ടം സംഭവിക്കുകയാണ്. അവിടെ കോടാനുകോടി രൂപ വർഷങ്ങളിൽ ചെലവഴിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. ഈ വിഴിഞ്ഞം നിർമ്മാണം പഠിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമം അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകും? അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിൻ്റെ നിലവിലേൻ്റെ പരിശോധനയും കാര്യങ്ങളും ആ നിലയിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ ശംഖുമുഖം ബീച്ചും കണ്ണാന്തറ, വെട്ടുകാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമാണ് കടലാക്രമണം രൂക്ഷമായി അനുഭവപ്പെടുന്ന പ്രദേശം. വെട്ടുകാട് ഭാഗത്ത് അടിയന്തരമായി ഇടപെട്ട് അവിടെ വീടുകൾ സംരക്ഷിക്കുന്ന പ്രവർത്തികൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ നൽകി ജിയോ ബാഗ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പൂന്തറ, കൈതവിളാകം, തൈക്കാപ്പള്ളി, ശംഖുമുഖം, ലെനാ റോഡ്, ജ്യൂസ റോഡ് ഇവിടെയും ശംഖുമുഖം ബീച്ചും കണ്ണാന്തറ, വെട്ടുകാട് പ്രദേശവുമാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നം അനുഭവപ്പെടുന്ന പ്രദേശം. അതിൽ പൂന്തറ ഭാഗത്തെ 1.10 കിലോമീറ്റർ നീളത്തിൽ കടൽത്തീര സംരക്ഷണത്തിന് വേണ്ടി 17 കോടി രൂപ പദ്ധതി ടെൻഡർ ചെയ്ത് അതിൻ്റെ സൈറ്റ് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ശംഖുമുഖം ജ്യൂസ റോഡ് മുതൽ ലീന റോഡ് വരെയുള്ള ഭാഗം കടൽഭിത്തി നിർമ്മാണത്തിന് 2 കോടി രൂപ 24-25 ബഡ്ജറ്റിൽ നമുക്ക് അനുവദിച്ചു. അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിൽ ലഭിച്ചിട്ടുണ്ട്. ഉടനെ അതിന് ഭരണാനുമതി കൊടുക്കും. ഇത് ശ്രീ ആന്റണി രാജു ഇക്കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെടുന്നതാണ് ഈ സംഘം ഉൾപ്പെടുന്ന പ്രദേശം. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ് എന്നുള്ള കാര്യം പഠനപരമായ കാര്യങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണെങ്കിൽ അതും പരിശോധിക്കും. ശ്രീമതി കെ കെ രമ. സർ, വടകര നിയോജകമണ്ഡലത്തിൽ 17.5 കിലോമീറ്ററോളം കടൽ തീരമാണ് സാർ. നേരത്തെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും കടലാക്രമണം മൂലം കടൽ ഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഭൂരിഭാഗവും. അതിൽ കുരിയാടി, പള്ളിത്താഴ, മുഖച്ചേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ പ്രാവശ്യം രൂക്ഷമായ കടലാക്രമണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റോഡുകൾ പലതും ഒലിച്ചു പോയിരിക്കുകയാണ്. ഇത് പരിഹരിക്കുക അടിയന്തര ഹോട്ട്സ്പോട്ട് കണ്ടെത്തുമെന്ന് പറയുന്നത് ഏത് മാനദണ്ഡ പ്രകാരമാണ് എന്നറിയില്ല. ഏതായാലും നമ്മുടെ പ്രദേശത്ത് ഹോട്ട്സ്പോട്ടായിട്ട് കണ്ടെത്തിയോ എന്ന് അറിയില്ല. ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട വർക്കിന് 25 ലക്ഷം രൂപയാണ് ഒരു ജില്ലയ്ക്ക് അനുവദിച്ചത്. ഈ 25 ലക്ഷം രൂപ കൊണ്ട് ഒരു ജില്ലയിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതൊന്ന് വർദ്ധിപ്പിക്കാനും അതേപോലെ ഈ ഭാഗങ്ങളിൽ അടിയന്തരമായി കടൽഭിത്തി നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നത് ചോദ്യം. 25 ലക്ഷം രൂപ തീർത്തും അപര്യാപ്തമാണെന്നറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോട്ട്സ്പോട്ട് നിർമ്മിക്കുക അല്ലെങ്കിൽ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ളതിന് വരുന്ന കാലതാമസം വരെ ഒരു വളരെ പെട്ടെന്ന് ഇടപെടേണ്ട ഒരു എമർജൻസി വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആ തീരദേശത്തെ ചില സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ തുക അനുവദിക്കുന്നത്. ആകെ 25 ലക്ഷം അല്ല, ആദ്യം 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിലും അതീവ പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ ചില രൂക്ഷമായ വിഷയം വന്നപ്പോൾ അവിടെയും നമ്മൾ കുറച്ച് തുക അനുവദിച്ച് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ഞാൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു, വീണ്ടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് 25 ലക്ഷവും കൂടി അഡീഷണലായിട്ട് അനുവദിച്ചു. ഇപ്പോൾ ഓരോ സ്ഥലത്തും 50 ലക്ഷം രൂപ വെച്ച് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ടൊന്നും കാര്യമായ മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയുമില്ല. എന്നാൽ അതാത് തലങ്ങളിലുണ്ടാകുന്ന രൂക്ഷതയുടെ അടിസ്ഥാനത്തിൽ MLAമാർ ബന്ധപ്പെട്ട് താൽക്കാലികമായ നടപടികൾ സ്വീകരിക്കാൻ സഹായകമാകുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിൽ അത് സഹായകമാകുന്ന നിലയിലാണ് ആ തുക അനുവദിച്ചത്. എന്നാൽ വടകരയിൽ ഇപ്പോഴത്തെ നിലവിൽ അവിടെ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ പോലും 497 ലക്ഷം രൂപയുടെ പ്രവർത്തനം അവിടെ നടന്നു വരുന്നുണ്ട്. വടകര നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലായി ഏതാണ്ട് 5 കോടി രൂപയുടെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. ഇനിയും അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതൊരു പ്രദേശത്തിൻ്റെ രീതി അനുസരിച്ച് വർദ്ധിച്ചു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കാം. ശ്രീ KD പ്രസാദൻ. സാർ, ഈ തീരസംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇവിടെ നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ കടലിലേക്ക് വരുന്ന പുഴകളും അതിൻ്റെ അനുബന്ധ ചെറു പുഴകളുമെല്ലാം ഇതിൻ്റെ ഭാഗമായി പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഈ ഫ്ലഡെല്ലാം വന്നതിന് ശേഷം ഇത് വല്ലാതെ തൂർന്നു പോയിട്ടുണ്ട്. നമുക്കിതിനുള്ള വിഭവ സമാഹരണം നടത്താൻ ഈ പുഴകളിലും ഡാമുകളിലും എല്ലാം അടിഞ്ഞുകൂടിയ ചളിയും മണലും എല്ലാം എടുത്താൽ വലിയ വിഭവ സമാഹരണത്തിനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ് മുൻകൈ എടുക്കുമ്പോൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലതും പാതി വഴിയിൽ നിൽക്കുകയാണ്. മംഗലം ഡാം ഉൾപ്പെടെയുള്ള ചളിയെടുക്കൽ. അക്കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനൊക്കെ ഉണ്ടാകുന്ന ചില തടസ്സങ്ങളും പ്രശ്നങ്ങളെല്ലാം നേരിടുന്നുണ്ട്. എങ്കിൽ പോലും മണൽ വരുന്ന കാര്യവും അതിൽ നിന്ന് കിട്ടുന്ന തുകയും ഇത്തരം കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്താവോ എന്ന കാര്യം ഗൗരവപൂർവ്വമായിട്ടുള്ള ചിന്തകൾക്ക് ഇട നൽകുന്നൊരു സന്ദർഭമാണ്. തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിനാവശ്യമായ പണം സമാഹരിക്കാൻ കഴിഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുഴകളുടെയും അതോടൊപ്പം തന്നെ ഈ തോടുകളുടെയും കൈവഴികളുടെയും എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കുറച്ചുവരെ നമുക്ക് സാധ്യമാകുമെന്ന് കരുതുന്നു. അത് ഗൗരവപൂർവ്വമായിട്ടുള്ള വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ മണൽവാരലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഏതെങ്കിലും വിധത്തിലുള്ള സർക്കാരിൻ്റെ പ്രയാസം കൊണ്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന റിവർ മോണിറ്ററിംഗ് ഫണ്ടുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പ്രശ്നം കൊണ്ടോ അല്ല. ഇടക്കാലത്ത് ഹരിത ട്രിബ്യൂണൽ തന്നെ ILDMൻ്റെ നേതൃത്വത്തിൽ എല്ലാ പുഴകളുടെയും സാൻഡ് ഓഡിറ്റ് നടത്തി 32 നദികൾ ആ വിധത്തിൽ മണലെടുക്കാൻ കഴിയുമെന്ന വിധത്തിൽ മുന്നോട്ട് വന്നതാണ്. എന്നാൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇടപെട്ട് NISTയുടെ അക്രഡിറ്റേഷനുള്ള ഏജൻസിയെ കൊണ്ട് DSR തയ്യാറാക്കണം എന്ന അഭിപ്രായം ഉയർന്നു വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ DSR തയ്യാറാക്കി 13 ജില്ലകളിലും അത് തയ്യാറായി. ചാലിയാറും കടലുണ്ടി പുഴയും ഇപ്പോൾ മണലെടുക്കാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് അനുവാദം കിട്ടാൻ ഹരിത ട്രിബ്യൂണലിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോയി. ബാക്കി നദികളിലും ആ വിധത്തിൽ മണൽ വാരാനും ആ വാരിയ സംഖ്യ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നദികൾ പുഴകൾ ഇതിനെ സംരക്ഷിക്കാനും കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലും ആ പണം പൂർണ്ണമായും അത്തരം ആവശ്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. റവന്യൂവും അതുപോലെ തന്നെ ഇറിഗേഷനും ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണ് ആ കാര്യങ്ങൾ നിശ്ചയിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം പഞ്ചായത്തും പുന്നയൂർക്കുളം. ഈ കടപ്പുറം പഞ്ചായത്തിൽ ഇതുവരെ ഹോട്ട്സ്പോട്ട് പ്രഖ്യാപിക്കാതിൻ്റെ കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. എൻ്റെ ചോദ്യം, സാധാരണ വരൾച്ച സമയത്ത് നമ്മൾ കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള സംവിധാനം ചെയ്യാറുണ്ട്. കടലാക്രമണം ഉണ്ടാകുമ്പോൾ ഇതേപോലെ കുടിവെള്ളം നിലച്ചു പോകുന്ന സാഹചര്യം കൂടി രൂപപ്പെടുകയാണ്. എന്നാൽ ആ സമയത്ത് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അനുമതിയൊന്നും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇത് വലിയ പ്രയാസം അവിടെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക നടപടി സ്വീകരിക്കുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണ്. വേനൽക്കാലമാകുമ്പോൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് രൂക്ഷമായ കുടിവെള്ളം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള പെർമിഷൻ നൽകുന്ന സ്ഥിതിയുണ്ട്. എന്നാൽ ഈ മഴക്കാലം ശക്തമാകുമ്പോഴും രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുമ്പോഴും ഇതേ അവസ്ഥ തന്നെ നേരിടുന്ന തീരദേശവാസികൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് MLA ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. അതിന് പ്രത്യേകമായ തീരുമാനം ഉണ്ടാകേണ്ടി വരും. അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിട്ടും കൂടി ആലോചിച്ചുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ആലോചന നടത്തി സംയുക്തമായി ഇത്തരം കാര്യങ്ങൾ റോട്ടിലെ പോലെ തന്നെ ഇത്തരം ആവശ്യമുള്ള പഞ്ചായത്തുകൾക്ക് തീരദേശവാസികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കി കൊടുക്കുന്നതിന് സാധിക്കത്തക്ക നിലയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്ന് ഗവൺമെൻറ് പരിശോധിക്കും. PP ചിത്തരഞ്ജൻ. സാർ, ഈ കടൽ രാജ്യത്തിൻ്റെ അതിർത്തിയാണ്. സാർ, അതിർത്തി കാത്തു സൂക്ഷിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുമാണ്. എൻ്റെ ചോദ്യം, ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിനുള്ളിൽ
തീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എത്ര തുക അനുവദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. അത്തരം കാര്യങ്ങളിൽ പലപ്പോഴും നമ്മളെ സമീപിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ സൂചിപ്പിച്ചതിന് പ്രകാരമുള്ള തുകകൾ മാത്രമാണ് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. വീണ്ടും നമ്മളെ സമീപിച്ചിട്ടുണ്ട്. തീരദേശ സംരക്ഷണം മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ അത്തരത്തിലുള്ള സഹായം വിവിധങ്ങളായ വലിയ പദ്ധതികൾക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തീരദേശ സംരക്ഷണം. അപ്പോൾ കേന്ദ്രത്തിൻ്റെയും കൂടി സഹായം ലഭ്യമാക്കിക്കൊണ്ടും ADB-യുടെയും ലോകബാങ്കിൻ്റെയും വിവിധ ഏജൻസികളുടെയും എല്ലാം സഹായത്തിന് കൂടിയാണ് ഏതാണ്ട് 5400 കോടി രൂപ മുതൽ മുടക്കി നമ്മുടെ തീരദേശത്തെ സംരക്ഷിക്കാനുള്ള പൊതുവായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടത്. അതിൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ആദ്യഘട്ടമായി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും തീരദേശ സംരക്ഷണമാണ് ഉറപ്പുവരുത്തേണ്ടത്. അതിന് കേന്ദ്ര സഹായം നമുക്ക് അനിവാര്യമാണ്. അത് ലഭ്യമാകുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. വീണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കും. അനുഭാവപൂർവമായ നടപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അബ്ദുൽ ഹമീദ്. സർ, എൻ്റെ നിയോജക മണ്ഡലത്തിൽ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ പരപ്പാൽ ബീച്ച്, അത് തീരെ കടലെടുത്തിട്ട് കുറേ വർഷങ്ങളായി. അവിടെ ഒരു വികസന പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതവിടെ ആമകളുടെ പ്രജനന കേന്ദ്രമാണ് എന്നുള്ളതാണ് പറയുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനത്തിലൂടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതൊക്കെ വക്കേറ്റ് ചെയ്ത് ഇപ്പോൾ അവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. അവിടെ വീട് ഒഴിവായി പോയിട്ടുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ റോഡ് തകർന്നിട്ടുണ്ട്. ഇതിന് അടിയന്തരമായിട്ട് അവിടെ ആ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. പക്ഷെ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലായില്ല. അവിടെ 219 ലക്ഷം രൂപയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. 2,19 ലക്ഷം രൂപയുടെ പ്രവർത്തനം വള്ളിക്കുന്ന് നിയോജകമണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതിന് പ്രകാരം പൂർണ്ണമാകാൻ കഴിയുന്ന സ്ഥിതി ഒരുപക്ഷെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആലോചിച്ച് പരിഹരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അക്കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് കാര്യമായിട്ട് ആലോചിക്കാം. ശ്രീ CH കുഞ്ഞമ്പു. സർ, എൻ്റെ മണ്ഡലത്തിലെ ബേക്കൽ, കേടൂർ, ചെമ്പിരിക്ക, തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ മുൻവശം അവിടങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ 2-3 വർഷക്കാലമായി തുടർച്ചയായി കടലാക്രമണമാണ്. KSTP റോഡിൻ്റെ അതിര് വരെ ഈ കടലാക്രമണം വന്ന് ഭൂമി കര അങ്ങെടുത്ത് കൊണ്ടുപോയി. അടുത്തൊരു കടലാക്രമണത്തോടുകൂടി KSTP റോഡ് തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണ് ഇവിടെ വരാൻ പോകുന്നത്. അടിയന്തരമായും അവിടുത്തെ ഈ കടലാക്രമണ പ്രതിരോധ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ വലിയ ഒരു ദുരന്തം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. തീർച്ചയായിട്ടും അത് പരിശോധിക്കാം. അവിടുത്തെ രീതി അത്ര രൂക്ഷമാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് പ്രത്യേകമായി അന്വേഷിക്കാനായിട്ട് ആവശ്യമായ നിർദ്ദേശം കൊടുക്കാം. ശ്രീ K. ആൻസ്ലാൻ. സാർ, എൻ്റെ മണ്ഡലത്തിലെ പൊഴിയൂർ കൊല്ലങ്കോട് ഹോട്ട്സ്പോട്ടിൽ 2ാം സ്ഥാനത്ത് നിശ്ചയിച്ചതാണ്. അവിടെ വലിയ തോതിലുള്ള കടലാക്രമണം രൂക്ഷമാകുകയാണ്. കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 63 കോടി രൂപയുടെ സീവാളിൻ്റെ ഒരു പദ്ധതി വെച്ച് അതിൽ കിക്ക്, KRFE, അതുപോലെ തന്നെ CWD ഈ വകുപ്പുകൾ വ്യത്യസ്തമായി വലിയ തോതിൽ അത് വലിച്ചു നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു സംയുക്ത യോഗം വിളിച്ച് അടിയന്തരമായ പദ്ധതി നടപ്പാക്കുവാൻ ഇടപെടും. യെസ് മിനിസ്റ്റർ. കൊല്ലങ്കോട് NCCR റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DPR തയ്യാറാക്കി നമുക്ക് സമർപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അത് 51 കോടി രൂപയാണ് എൻ്റെ പ്രപ്പോസൽ. അത് വളരെ പെട്ടെന്ന് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ രമേശ് ചെന്നിത്തല. സാർ, ഈ കടലാക്രമണം ഒരു വലിയ പ്രശ്നമാണ്. ഇന്നലെ സബ്മിഷനായിട്ട് ഞാൻ ഉന്നയിച്ചതാണ്. സാർ, ഇപ്പം ജിയോ ബാഗുകൾ വെച്ചാണ് താൽക്കാലികമായി ഈ കടലാക്രമണം തടയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ ജിയോ ബാഗ് മുഴുവൻ ഇല്ലാതാവുകയാണ്. സാർ, വേൾഡ് ബാങ്ക് സംസ്ഥാന ഗവൺമെൻറ്റിന് സാമ്പത്തിക പരാധീനത ഉള്ളതുകൊണ്ട് പല പ്രവർത്തനങ്ങളും ബുദ്ധിമുട്ടാണ്. സാർ, വേൾഡ് ബാങ്കിൻ്റെ സ്റ്റഡി കഴിഞ്ഞിട്ടുള്ള സ്പോട്ടുകളിൽ വേൾഡ് ബാങ്കിൻ്റെ അനുമതി തേടി അവിടെ ടെട്രോപാഡോ അല്ലെങ്കിൽ കടൽഭിത്തിയോ നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? എൻ്റെ നിയോജകമണ്ഡലത്തിലെ ആറാട്ടുപുഴ തൃക്കങ്ങ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാവുന്ന ഏറ്റവും വൾണറബിളായിട്ടുള്ള 2 പഞ്ചായത്തുകളാണ്. അപ്പോൾ അവിടെ ആ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കുമോ? എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും? തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വമായിട്ട് തന്നെ ശ്രദ്ധിക്കാം. അതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ നീക്കിയിട്ടുണ്ട്. അത് ലഭ്യമാകണം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഗവൺമെൻറ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നടത്തപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഹരിപ്പാട് നിയോജകമണ്ഡലം. ഹരിപ്പാട് നിയോജകം ഇപ്പോൾ തന്നെ നിരവധിയായ പദ്ധതികൾ അവിടെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. എങ്കിലും ഈ പോരായ്മകൾ അവിടെ അവശേഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന ഒരു പ്രദേശമായതുകൊണ്ടാണ്. അതിന് തീർച്ചയായിട്ടും പ്രയോറിറ്റി കൊടുക്കാം.
ഇപ്പറഞ്ഞ സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന സാഹചര്യം കൂടി ചിന്തിച്ചുകൊണ്ട് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആവശ്യമായ നടപടി കൈക്കൊള്ളുന്നതാണ്.